അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ വർഷാവർഷം ഒരു ഇൻഷുറൻസിന് 5000, 10,000, 15,000, 20,000 ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ആ പദ്ധതിയിലേക്ക് ചേരുമ്പോൾ അതിന് ലിമിറ്റുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, ഇങ്ങനെയുള്ള ലിമിറ്റുകളുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ ESI ഉണ്ട്. എൻ്റെ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിൻ്റെ അച്ഛന് ഒരു അടിയന്തരമായ ശസ്ത്രക്രിയ വേണ്ടി വന്നു. എൻ്റെ സ്ഥാപനത്തിലുള്ള മറ്റ് ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്കറിയാം. 27 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടത്. പക്ഷെ ഈ കുട്ടി വളരെ വിഷമിച്ചു. ഇതെങ്ങനെയാണ് ഇത്രയും എൻ്റെ അച്ഛന് ഇങ്ങനെ ചെയ്തു കൊടുത്തത്? 27 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കും പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒരു വിഷമം. എത്രത്തോളം നമ്മളൊക്കെ കളക്ട് ചെയ്ത് കൊടുത്താലും ആദ്യം വളരെ നന്നായി ആരോഗ്യവാനായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്. പേസ് മേക്കറും ഹാർട്ടിനും സംബന്ധിച്ച ഒരു വിഷയമാണ് ഉണ്ടായത്. വളരെ ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളുടെ കമ്പനി അതിൽ ESI എടുത്തിട്ടുണ്ട്. ഈ പയ്യനും ഈ കുടുംബത്തെ അതിൽ ചേർത്തിട്ടുണ്ട്. 3-ാമത്തെ ദിവസം ഈ ഓപ്പറേഷൻ നടന്നു. 27 ലക്ഷമോ അതിനുശേഷം വന്ന ഒരു തുകയും അദ്ദേഹത്തിന് ചെലവായിട്ടില്ല. അത് കൃത്യമായി ചെയ്തു. അദ്ദേഹം വീട്ടിലെത്തി സുഖം പ്രാപിച്ചു. അപ്പോൾ ഈ ജോലി കൊടുക്കുന്ന നമ്മൾക്ക് എന്താണ് സുരക്ഷ? നമ്മൾ 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ 15 ലക്ഷത്തിൻ്റെയോ 20 ലക്ഷത്തിൻ്റെയോ ഒക്കെ ഇൻഷുറൻസ് എടുത്തെന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ ഒരു 27 ലക്ഷം, 30 ലക്ഷം, 35 ലക്ഷം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക? ആ സ്ഥാപനം തന്നെ ഇല്ലാണ്ടാവും. കാരണം നമ്മളുണ്ടെങ്കിലല്ലേ ഉള്ളൂ നമ്മുടെ സ്ഥാപനം, നമ്മുടെ തൊഴിലാളികൾ. അപ്പോൾ പരിധിയില്ലാത്ത ഇൻഷുറൻസ് സംവിധാനമാണ് ESIക്കുള്ളത്. സ്വാഭാവികമായി, ധാർമ്മികമായി ഈ ജോലി ദാതാവിന് കൂടി ESIയുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം. അതിനു വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തണം. ഞങ്ങളെ വഴിയാധാരമാക്കരുത്, ഞങ്ങളുടെ കുടുംബത്തെ വേദനയിൽ ആഴ്ത്തരുത്, ഞങ്ങളുടെ തൊഴിലാളികളെ ജോലി നഷ്ടപ്പെടുത്തുന്നവരാക്കരുത്. ഇതാണ് രണ്ടാമതായി ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തോടും നമ്മളുടെ ഭരണാധികാരികളോടും നമ്മളുടെ ഗവൺമെൻറ്റിനോടുമൊക്കെ ആവശ്യപ്പെടാനുണ്ട്. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഞങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്കൊപ്പമാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനൊപ്പമാണ്. ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ആളുകളല്ല. നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി കാക്ഷിക്കുന്ന, രാഷ്ട്രവൈഭവം മാത്രം ചിന്തിക്കുന്ന വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ അച്ചടക്കമുള്ള പ്രവർത്തകരാണ് ഞങ്ങൾ. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കേണ്ടത് ഞങ്ങളുടെ ചുമതല കൂടിയാണ്. അതാണ് ഇങ്ങനെ ഒരു ധർണ ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ കാര്യം. ഒന്നുകൂടി ഞാൻ